Hi friends, Assalamu alaikum. Welcome to my channel Sabina's Creative and Colors. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തമ്പനെയിലിൽ കണ്ടതുപോലെ നാരങ്ങ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. നാരങ്ങ വെച്ചിട്ടല്ല, നാരങ്ങ തൊലി വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ചെറുനാരങ്ങ തൊലി എടുത്ത് അതിൻ്റെ ചുറ്റിനും വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ മുറിച്ച ഓരോ പാർട്സും ഓരോ ഇതളുകളാണ്. അപ്പോൾ നമുക്കിനി ഈ ഓരോ പാർട്സിനെയും ഓരോ ഇതളുകളാക്കി ഷേപ്പ് ചെയ്ത് മുറിക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ നാരങ്ങത്തൊലി ഒരു ഫ്ലവറിന്റെ ഷേപ്പായി കിട്ടി. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കാം. ഇങ്ങനെ ഈ വെയിലത്ത് വെച്ച് ഉണക്കിയത് പകുതി ഉണക്കാവുമ്പോൾ എടുത്ത് അതിൻ്റെ ഓരോ ഇതളുകളും പുറത്തേക്ക് മലർത്തി മലർത്തി ഇതുപോലെ മടക്കി കൊടുക്കാം, നിവർത്തി കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് ഉണക്കാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ ഫ്ലവർ 2 ദിവസം നന്നായിട്ട് വെയിലത്ത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു ഫ്ലവറിന്റെ 2 ഷെയ്ഡഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കളർ ചെയ്യാം. ഇനി നമുക്ക് ഈ നാരങ്ങത്തൊലി കാണാത്ത വിധത്തിൽ മുഴുവനായിട്ടും കളർ ചെയ്യാം. എൻ്റെ പെയിന്റ് ഇത്തിരി കട്ടയായത് കൊണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്താണ് അടിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കളർ മുഴുവനായിട്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ ഷെയ്ഡ് പോലെ അതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് പോലെ അടിക്കാം. ഇപ്പൊ നമ്മുടെ ഫ്ലവറിന്റെ മുകൾ ഭാഗവും അടിഭാഗവും മുഴുവനായും പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യാം. ഇപ്പൊ നമ്മൾ പെയിന്റ് അടിച്ച ഫ്ലവർ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടത് മോൾഡിറ്റ് ആണ്. മോൾഡിറ്റ് ഇല്ലാത്തവർക്ക് എയർ ഡ്രൈ ക്ലേയും ഉപയോഗിക്കാം. ഈ മോൾഡിറ്റിനകത്ത് 2 ചെറിയ പാക്കുകൾ ഉണ്ടാകും. ഒന്നിൽ ഹാർഡനറും മറ്റേതിൽ റെസിൻ ബേസും. ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കണം. ഒന്ന് കൂടിയും മറ്റേത് കുറഞ്ഞൊന്നും പോകാൻ പാടില്ല. രണ്ടും തുല്യ അളവിൽ തന്നെ എടുക്കണം. എന്നിട്ട് കുറച്ച് ടാൽക്കം പൗഡർ കയ്യിൽ പുരട്ടിയിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ടാൽക്കം പൗഡർ പുരട്ടുന്നത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ആഷും വൈറ്റും കൂടിയും ജോയിന്റ് ആയി അതൊരു വൈറ്റ് കളറായി മാറുമ്പോൾ ഒരു ചൂട് തോന്നും. അപ്പോഴാണ് ഇത് കറക്റ്റ് മിക്സിംഗ് ആവുന്നത്. ഇനി നമുക്ക് ഫ്ലവറിന്റെ സ്റ്റെമ്മിന് വേണ്ടി ഞാൻ ഒരു ഈർക്കിൽ എടുത്ത് അത് ഒരു ഗ്രീൻ ടേപ്പിൽ ചുറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് മോൾഡിറ്റ് എടുത്ത് നമ്മുടെ ഫ്ലവറിന്റെ വിതളം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഷേപ്പാക്കി എടുക്കുക.
നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഫെവിക്കോൾ എടുത്ത് നമ്മുടെ പൂവിൻ്റെ നടുവിലായിട്ട് ആ ബോളാക്കി വെച്ചിരിക്കുന്ന ഭാഗം വച്ച് ഒട്ടിച്ചതിന് ശേഷം നീളത്തിൽ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിതളം പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെം എടുത്ത് അതിൽ ഉറപ്പിച്ച് വെക്കാം. ഇതൊരു അരമണിക്കൂർ ഉണങ്ങാൻ വേണ്ടി വെക്കാം. അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിതിൽ പെയിന്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഗ്രീൻ ടേപ്പിന്റെ കളർ സാപ്പ് ഗ്രീൻ ആയതുകൊണ്ടിട്ട് ഞാൻ പെയിന്റും സാപ്പ് ഗ്രീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഇപ്പൊ നമ്മുടെ മനോഹരമായ നാരങ്ങാപ്പൂവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നാരങ്ങാപ്പൂവ് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യണം, കമന്റ്സായി അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി നമുക്ക് മറ്റൊരു ഫ്ലവറുമായി അടുത്ത വീഡിയോയിൽ കാണാം.